ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ആരാധനാ പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധനാ പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. ലോകം മുഴുവനും ഇരുന്നോട് ഇപ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആരാധനാ സമൂഹത്തിന്റെ എല്ലാ ആവശ്യങ്ങളും തിരുവോസ്തയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മകളെ, കർത്താവ് നമ്മെ കാണുന്നു. നീ ഇരിക്കുന്ന സ്ഥലം, നീ ഇരിക്കുന്ന മുറി, നിന്റെ കണ്ണുനീര്, നിന്റെ വേദന, നിന്റെ സന്തോഷം, നിന്റെ നിയോഗങ്ങൾ എല്ലാം കർത്താവ് അറിയുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കുഞ്ഞുങ്ങൾ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. യുവജനങ്ങൾ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവരും കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കൈകൾ ഉയർത്താൻ സാധിക്കാതെ കിടന്ന് കരയുന്ന ആ മകനോട് കരം ഉയർത്തി പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിനക്ക് സ്വരം കർത്താവ് തന്നിട്ടില്ലേ? ആ സ്വരം എടുത്ത് ഉപയോഗിക്കുക. ഹല്ലേലൂയ. ആരാധന യേശുവേ. മക്കളെ, ഈശോ നമ്മെ എല്ലാവരെയും ദിവികാരണനാഥൻ്റെ സന്നിധിയിൽ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. ഈശോയിലേക്കൊന്ന് നോക്കുക. അവിടെ നിന്ന് എന്തൊക്കെയോ നമ്മോട് സംസാരിക്കുന്നുണ്ട്. വളരെ വ്യക്തിപരമായി പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ചില വ്യക്തികളോട് കർത്താവ് സംസാരിക്കുന്നത് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നോട് സംസാരിക്കുന്ന വചനം ഞാൻ നിങ്ങളോട് പറയുകയാണ്. 1 യോഹന്നാൻ 2:17. ലോകവും അതിലെ മോഹങ്ങളും കടന്നു പോകും, എന്നാൽ ദൈവത്തിൻ്റെ ഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. മനോഹരമായ വചനം അല്ലേ? 1 യോഹന്നാൻ 2:17. ലോകവും അതിലെ മോഹങ്ങളും കടന്നു പോകും, എന്നാൽ ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും. മകളെ, ലോകം തരുന്ന സന്തോഷം അത് നൈമിഷികമാണ്. ദൈവം തരുന്ന സന്തോഷം അത് അനശ്വരമാണ്, ശാശ്വതമാണ്. നമുക്ക് ലോകത്തിലുണ്ടാകുന്ന ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, വേദനകൾ, ജീവിതത്തിൻ്റെ കഷ്ടനഷ്ടങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ജോലി നഷ്ടം, ആരോഗ്യനഷ്ടം, ഇതൊക്കെ ട്രാൻസിസ്റ്ററിയാണെന്ന്, താൽക്കാലികമാണ്. വീണ്ടും കർത്താവ് നമുക്ക് തരാൻ തിരുമനസ്സാകുന്നുണ്ട്. ഇതിന് നല്ല മനോഭാവം നമുക്ക് വേണം. ലോകം തരുന്ന സന്തോഷമോ ദൈവം തരുന്ന സന്തോഷമോ ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് എന്നതിന് നല്ല മനോഭാവം നമുക്ക് വേണം. മനോഭാവങ്ങളാണ് നമ്മുടെ ജീവിതത്തിന് പക്വത നമുക്ക് നൽകുന്നത്, ഊർജം തരുന്നത്, ഉന്മേഷം തരുന്നത്, ഉണർവ് തരുന്നത് നല്ല മനോഭാവമാണ്. എന്താ നല്ല മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ്സിനകത്ത് ഒരു പകുതി വെള്ളം ഒരു കുഞ്ഞു കൊണ്ട് തരാണ് അച്ഛന് കുടിക്കാനായിട്ട്. അതിനെ എങ്ങനെ കമൻറ്റ് ചെയ്യാൻ സാധിക്കും? 2 വിധത്തിൽ അതിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. ഒന്നുകിൽ പറയാം, എന്ത് നല്ല ഗ്ലാസ്, അതിൽ ഇത്രയ്ക്കല്ലേ വെള്ളമുള്ളൂ. എന്നാൽ മറ്റൊരു കൂട്ടരെങ്ങനെ പറയാ, എത്ര നല്ല ഗ്ലാസ്, ഇത്രയെങ്കിലും വെള്ളമുണ്ടല്ലോ. കണ്ടോ, ഒന്നൊരു നിറവാണ്,
മറ്റൊന്ന് അതിൻ്റെ നെഗറ്റീവ് സൈഡാണ്. നല്ല മനോഭാവങ്ങൾ, നല്ല സമീപനങ്ങൾ, നല്ല പ്രവൃത്തിയും നല്ല ഫലവും ഉണ്ടാകാനായിട്ട് ദൈവം ഇടവരുത്തും. ദൈവം തരുന്ന സന്തോഷം ശാശ്വതമാണ്. അത് അടർന്നു പോകുന്നതല്ല, കൊഴിഞ്ഞു പോകുന്നതല്ല, ശാശ്വതമാണ്. പരിശുദ്ധാത്മാവാണ് ഈ സന്തോഷം തരുന്നത്. സ്നേഹം, സമാധാനം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. ഈ ഫലങ്ങളാണ് ദൈവമായ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ശാശ്വതമായി നമുക്ക് തരുന്നത്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ കാണാറില്ലേ, ഒത്തിരിയേറെ സമ്പന്നര്, വിശ്വോത്തര സുന്ദരികൾ, കലാകാരന്മാർ, കലാകാരികൾ ലോകം വെച്ചു തരുന്ന മുഴുവൻ വേണ്ടെന്ന് വെച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോകുന്നവരെ നമ്മൾ കണ്ടിട്ടില്ലേ? വിശുദ്ധനായ ക്ലോവിയൂസ് ഒരു വിജാതീയ രാജാവാണ്. വിശുദ്ധയായ എലിസബത്ത് ഒരു രാജ്ഞിയാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഒരു പ്രൊഫസറാണ്. വിശുദ്ധ അംബ്രോസ് ഒരു ഗവർണറാണ്. വിശുദ്ധ ഗിൽബർട്ട് ഒരു അധ്യാപകനാണ്. വിശുദ്ധ തോമസ് മൂർ ഒരു ചാൻസലറാണ്. എത്ര വലിയ ജോലികളും ഉദ്യോഗങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ച് യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ ഈ ലോകത്തിലെ അമൂല്യമായ നിധി, അമൂല്യമായ സമ്പത്ത് യേശുവാണെന്ന് തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ പിന്നാലെ പോകുന്നത് കാണുന്നില്ലേ? രാജാവ്, രാജ്ഞി, പ്രൊഫസർ, അധ്യാപകൻ, ഗവർണർ, ചാൻസലർ, ഇതൊക്കെ ഉന്നതമായ ശമ്പളം, ഉന്നതമായിരിക്കുന്ന ജീവിത നിലവാരം തരുന്നതാണ്. എന്നാൽ ഉന്നതമായ ബിരുദവും ഉന്നതമായ ജോലിയും ഉന്നതമായ ശമ്പളവും ഉന്നതമായ പദവിയും എല്ലാം ജീവിത സൗകര്യങ്ങളും എല്ലാം യേശുവിൻ്റെ മുമ്പിൽ അടിയറവ് വെക്കാനായിട്ട് എവിടെ നിന്നാണ് ഈ ശക്തി കിട്ടത്? 1 യോഹന്നാൻ 2:17, ലോകവും അതിലെ മോഹങ്ങളും കടന്നു പോകും, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത് 4 കാര്യങ്ങളിൽ നിന്ന് മക്കളെ നിങ്ങൾ ഓടി അകലണം എന്നുള്ളതാണ്. 1, വ്യഭിചാരത്തിൽ നിന്ന് നിങ്ങൾ ഓടി അകലണം. യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടി അകലണം. ധനമോഹത്തിൽ നിന്ന് നിങ്ങൾ ഓടി അകലണം. വിഗ്രഹാരാധനയിൽ നിന്ന് ഓടി അകലണം. ചെറിയ വിശദീകരണങ്ങൾ. 1 കൊരിന്ത്യർ 6:18 നാം വായിക്കുന്നു, വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലുവിൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിന് എതിരായിട്ടാണ് പാപം ചെയ്യുന്നത്. എൻ്റെ മകളെ, സംസ്കാരങ്ങൾ തളർന്നിട്ടുള്ളത്, രാജാക്കന്മാർ തകർന്നു വീണിട്ടുള്ളത് 6-ാം പ്രമാണത്തിനെതിരായിട്ടുള്ള പ്രലോഭനങ്ങൾ കൊടുത്ത് നശിപ്പിച്ചിട്ടാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പിശാചിനെ തകർത്ത് കളയണമെങ്കിൽ, വിശുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വന്നാൽ മാത്രമേ ഈ ആസക്തിയിൽ നിന്ന് നമുക്ക് ഓടിയകലാൻ സാധിക്കുക. 2, യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് നമ്മൾ ഓടിയകലണം. ധാരാളം യുവാക്കന്മാർ ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. 1 തിമോത്തി 2:22, യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടി അകലുവിൻ. പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുക. നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവ ലക്ഷ്യം വയ്ക്കുക. യുവജനങ്ങളുടെ കഥ പറയുന്നതാണ്. യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലുക. എന്നിട്ട് പവിത്രമായ സ്നേഹം, തീക്ഷ്ണതയാർന്ന വിശ്വാസം, വിശുദ്ധി നിറഞ്ഞ സ്നേഹം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമാധാനം കൊണ്ട് അത് ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങുവാനായിട്ട്. ഇന്ന് യുവജനങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടുമുട്ടുന്നു, ആത്മീയമായ മന്ദത ബാധിച്ചിരിക്കുകയാണ്. ആത്മീയമായൊരു വിരസത,
ദൈവിക കാര്യങ്ങളോട് താല്പര്യമില്ലായ്മ, അജ്ഞത, അശ്രദ്ധ, അഹങ്കാരം. ഇതിന് അക്കം കൂട്ടുന്ന 3 കാര്യങ്ങളാണ്. അമിതമായ ആഹാരം, അമിതമായ ഉറക്കം, അമിതമായ ആഡംബര ഭ്രമം, തെറ്റായ കൂട്ടുകെട്ട്, പ്രേമബന്ധനങ്ങൾ. ഈ കുടുക്കിൽപ്പെട്ട് യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലാൻ പൗലോസ്ലീഹ സർവ്വ യുവജനങ്ങളോടും ലോകം മുഴുവനോടും സന്ദേശം നൽകുകയാണ്. കാരണം തിരുസഭയുടെ ഹൃദയമാണ് യുവജനം. ഹൃദയം നിന്നാൽ പിന്നെ ശരീരം എങ്ങനെ പ്രവർത്തിക്കുക? ഇന്ന് വളരെയേറെ മേഖലകളിലൂടെ യുവജനങ്ങൾ യാത്ര ചെയ്യുന്നത് മീഡിയയിലൂടെ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓരോ യുവാവും യുവതിയും ഇരുന്ന് ചിന്തിക്കണം, ഞാൻ യാത്ര ചെയ്യുന്നത് യഥാർത്ഥമായ നീതിയിലൂടെയാണോ? ഞാൻ യാത്ര ചെയ്യുന്നത് തീക്ഷ്ണതയാർന്ന വിശ്വാസത്തിൻ്റെ പാതയിലൂടെയാണോ? ഞാൻ യാത്ര ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ പാതയിലൂടെയാണോ? ഞാൻ യാത്ര ചെയ്യുന്നത് സമാധാനത്തിൻ്റെ വീതിയിലൂടെയാണോ? ഇരുന്ന് ചിന്തിക്കണം. മൂന്നാമതായി വചനം പറഞ്ഞു തരുന്നു, 1 യോഹന്നാൻ 6:10. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം. പ്രലോഭനത്തിനും നാശത്തിലേക്കും തള്ളിയിടുന്ന ധനമോഹത്തിൽ നിന്ന് ഓടിയകലുവിൻ. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തത് പണക്കൊതി കൊണ്ടാണ്. ഇന്ന് മനുഷ്യൻ മുഴുവൻ നീങ്ങുന്നത് സമ്പാദിക്കണം, പെട്ടെന്ന് സമ്പന്നനായി തീരണം, വലിയവനായി തീരണം, വലിയ വീട് വയ്ക്കണം, വലിയ കാർ വാങ്ങിക്കണം, വലിയ സുഖഭോഗങ്ങളിൽ ജീവിക്കണം, ആഡംബര ജീവിതത്തിൽ മുഴുകണം. ഇന്ന് മനുഷ്യൻ കൊതിച്ചോടുകയാണ് സമ്പത്തിൻ്റെ പിറകെ. പണം വേണ്ട എന്ന് അച്ഛൻ പറയുന്നില്ല. നമ്മൾ കെട്ടിപ്പൊക്കുന്ന ഭവനവും, നമ്മൾ കെട്ടിപ്പൊക്കുന്ന കൊട്ടാരവും, നമ്മൾ വാങ്ങിക്കുന്ന കാറും എത്ര നാളത്തേക്കുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ധനമോഹം എല്ലാ തിന്മകളുടെയും അടിസ്ഥാനമാണ്. ഈ അടിസ്ഥാന വേര് നമ്മൾ പറിച്ചു മാറ്റിയാലാണ് നമ്മുടെ ജീവിതത്തിൽ ശാശ്വതമായ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. അവസാനമായി, വിഗ്രഹാരാധനയിൽ നിന്നും ഓടിയകലുക. 1 കൊരിന്ത്യർ 10:14. ആകയാൽ പ്രിയപ്പെട്ടവരെ, വിഗ്രഹാരാധനയിൽ നിന്ന് ഓടിയകലുവിൻ. വിവേകമതികളോട് എന്നതുപോലെയാണ് ഞാൻ പറയുന്നത്. വിഗ്രഹാരാധന തന്നെയായ ധനമോഹത്തിൽ നിന്ന് നിങ്ങൾ ഓടിയകലുവിൻ. പ്രിയപ്പെട്ടവരെ, ആരംഭിച്ചതും അവസാനിച്ചതും ഒരു കാര്യത്തിലാണ്. 1 വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലുക, 2 വിഗ്രഹാരാധനയിൽ നിന്ന് ഓടിയകലുക. പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടുമാണ് ഒരു വ്യക്തിയുടെ, ഒരു കുടുംബത്തിൻ്റെ, രാജ്യത്തിൻ്റെ തളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമായിട്ടുള്ളത്. പൂർവ്വ യൗസേപ്പ് ഫറവോന്റെ വീട്ടിൽ വിശ്വസ്തനായി ജീവിച്ചതിൻ്റെ പേരിൽ പൂർവ്വ യൗസേപ്പിനെ ഓർത്ത് ഫറവോന്റെ വീടും ഫറവോന്റെ വയലും അവൻ്റെ എല്ലാ കാര്യങ്ങളും അനുഗ്രഹമായി തീർന്നു. എന്തുകൊണ്ട്? പ്രിയപ്പെട്ടവരെ, സത്യദൈവത്തിൽ നിന്ന് വിട്ടുമാറാതെ ദൈവത്തിൽ മാത്രം ശരണം വെച്ച് ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച് അവൻ മുന്നോട്ട് നീങ്ങിയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് നമ്മോട് പറയുകയാണ്, വിശുദ്ധർ യേശുവിനെ സമീപിച്ചതുപോലെ നമുക്കൊന്ന് സമീപിച്ചുകൂടെ? വിശുദ്ധന്മാർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്നതുപോലെ നമുക്കൊന്ന് അടുത്തുകൂടെ? നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, വ്യഭിചാരത്തിൻ്റെ ദുർമോഹത്തിൽ നിന്ന്, യുവസഹജമായ മോഹങ്ങളിൽ നിന്ന്, ധനാസക്തിയിൽ നിന്ന്, വിഗ്രഹാരാധനയിൽ നിന്ന് ഓടിയകന്നാൽ ദൈവമായ കർത്താവ് നമ്മുടെ മുമ്പിൽ വയ്ക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെ മനസ്സിൽ ഓർക്കുക. നമ്മുടെ മുമ്പിൽ 2 വഴികളാണുള്ളത്. 2 വഴികൾ. ഒന്ന് ഇടുങ്ങിയ വഴി, മറ്റൊന്ന് വിശാലമായ വഴി. നീ തീരുമാനിക്കണം ഏത് വഴിയിലൂടെ പോകണമെന്നുള്ളത്. ഇടുങ്ങിയ വഴി സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. വിശാലമായ വഴി നരകത്തിലേക്കുള്ള വഴിയാണ്. പിശാച് ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ജീവിതത്തെ മുഴുവൻ താറുമാറാക്കിക്കൊണ്ട് കണ്ണിനും ശരീരത്തിനും
മനസ്സിനും ഒക്കെ സുഖമുള്ള മേഖലകളിലൂടെ അവൻ സഞ്ചരിപ്പിക്കുകയാണ്. നമുക്ക് കർത്താവിൻ്റെ മുമ്പിലേക്ക് നീങ്ങാം. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദിവ്യകാരണനാഥൻ്റെ മുഖത്തേക്ക് നോക്കാം. ഇന്ന് ഞാൻ ഏതവസ്ഥയിലാണ് ജീവിക്കുന്നത്? എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് നീ വരണം. എൻ്റെ പരാജയങ്ങളിലേക്കും എൻ്റെ തോൽവികളിലേക്കും ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ എത്ര വലിയവനായാലും വളർന്നവനായാലും എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ തോൽവികളും ഒത്തിരിയേറെ പരാജയങ്ങളും വന്നു പോയിട്ടുണ്ട്. കണ്ണുനീരോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അധികാരികൾ അധീനർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. തൊഴിലാളികൾ തൊഴിൽ ഉടമസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയം നിറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുക. ഹൃദയത്തിന്റെ ഭാരങ്ങളെല്ലാം വിട്ടുപോകട്ടെ. അനേക മക്കളെ കർത്താവ് കാണുന്നുണ്ട്. കർത്താവിന് വന്ന് തൊടുവാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഒന്ന് ഉള്ളിലേക്ക് കടക്കട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലേക്ക് കടന്നു വരട്ടെ. ഒന്ന് കർത്താവിനെ വിളിച്ചേൻ, യേശുവേ എന്ന് വിളിച്ചേൻ. കർത്താവിനെ എന്റെ ജീവിതത്തേക്ക് വരണമേ. എന്റെ പരാജയങ്ങളിലേക്ക്, എന്റെ ദുഃഖങ്ങളിലേക്ക്, എന്റെ പാപ സാഹചര്യങ്ങളിലേക്ക്, എന്റെ തോൽവിയിലേക്ക് യേശുവേ നീ വരണമേ. യേശുവേ വചനം പറയുന്നു, വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെക്കപ്പെട്ട് കഴിഞ്ഞു. നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ഫലം നൽകുക, നല്ല ഫലം നൽകുക, അതാണ് നമ്മുടെ ദൗത്യം. വ്യക്തിയാണെങ്കിലും മറ്റേതവസ്ഥയാണെങ്കിലും സത്ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവം നമുക്ക് നല്ല സമയം തന്നില്ലേ? ദൈവം നമുക്ക് നല്ല ആരോഗ്യം തന്നില്ലേ? ദൈവം നമുക്ക് സമ്പാദിക്കാനുള്ള അവസരങ്ങൾ നൽകിയില്ലേ? ദൈവം നമുക്ക് ധാരാളം കഴിവുകൾ നൽകിയില്ലേ? ദൈവം നമുക്ക് സൗന്ദര്യം നൽകിയില്ലേ? ഇന്ന് എങ്ങനെയാ ഉപയോഗിച്ചത്? കർത്താവേ, നിന്റെ മുമ്പിലിരുന്ന് ആലോചിക്കുമ്പോൾ നീ തന്ന സമയം, എനിക്ക് തന്ന സമയം മറ്റാർക്കെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അവൻ വലിയവനാകുമായിരുന്നേനെ. എനിക്ക് തന്ന ആരോഗ്യം മറ്റുള്ളവർക്ക് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് കൊടുത്തിരുന്നുവെങ്കിൽ അവൻ കരമുയർത്തി സ്തുതിക്കുമായിരുന്നേനെ. എനിക്ക് കിട്ടിയ കഴിവുകൾ മറ്റാർക്കെങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ എന്നേക്കാൾ നല്ലവനായി ജീവിച്ചേനെ. നമുക്ക് കരങ്ങൾ ഉയർത്താം, കരങ്ങൾ ഉയർത്താം. കർത്താവിനോട് പറയേ, എൻ്റെ തോൽവിയിലേക്ക്, എൻ്റെ പോരായ്മകളിലേക്ക്, എൻ്റെ കുറവുകളിലേക്ക് കടന്നു വരാൻ കർത്താവ് നമ്മെ നോക്കി നിൽക്കുന്നുണ്ട്. യേശുവിലേക്ക് നോക്കി ഒന്ന് വിളിച്ചേ. യേശുവേ യേശുവെ എന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുക. കർത്താവ് നമ്മെ നോക്കി നിൽക്കുകയാണ്. ആര് യേശുവിനെ നോക്കുന്നുവോ അവന്റെ ഹൃദയത്തിലേക്ക്, അവന്റെ ആശകളിലേക്ക്, അവന്റെ ആഗ്രഹങ്ങളിലേക്ക് ഈശോ വരുന്നുണ്ട്. യേശുവേ വചനം ഓർമ്മപ്പെടുത്തുന്നു, നല്ലത് ചെയ്യുന്നില്ല എങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് നീ ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. പ്രകൃതിയുടെ മണിമകുടമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എല്ലാറ്റിനും കീഴടക്കാനുള്ള കഴിവ്, അധികാരം ദൈവമായ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്തു പറ്റി നമുക്ക്? നമ്മുടെ ഉള്ളിൽ വെച്ച് സൂക്ഷിക്കുന്ന അഹങ്കാരം, നമ്മുടെ ഉള്ളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന കോപം, ഓരോ വസ്തുക്കളോടും ഓരോ സാഹചര്യങ്ങളുള്ള കൊതി, ചിലരോടുള്ള അസൂയ, മടി, ഇത് മൂലമായിട്ട് നല്ല ഫലം നൽകേണ്ടവരായ നമ്മൾ ഓരോരുത്തരും തിന്മയുടെ ഫലങ്ങളാണ്, ദൂരവ്യാപകമായിരിക്കുന്ന വിഷവിത്തുകളാണ് അറിയാതെയും അറിഞ്ഞും നമ്മ ഇന്നും പുറത്തു പോകുന്നത്. സാമൂഹ്യ നീതിക്കെതിരായി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഈ ഉള്ളിലിരിക്കുന്ന തിന്മയുടെ ശക്തി കൊണ്ടാണ്. നമ്മൾ എന്തു വേണം? എളിമയോടെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തെ ഉപവിയോടെ ഒന്ന് പ്രവർത്തിച്ചു നോക്ക്.
തീഷ്ണതയുടെ ഉത്സാഹത്തോടെ പ്രവർത്തിച്ചു നോക്ക്. ദൈവത്തിൻ്റെ കൃപയൊഴുകും. സാമൂഹ്യ വിരുദ്ധമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുമാറി സമൂഹത്തിന് നല്ലതായ കാര്യങ്ങൾ ചെയ്യുവാൻ നഷ്ടപ്പെട്ടു പോയ സമയം തിരിച്ചു തന്നുകൊണ്ട് നമുക്കിപ്പോൾ എത്ര വയസ്സൊന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ ഇരട്ടി തീഷ്ണതയോടെ പ്രവർത്തിക്കാനായിട്ടുള്ള പവർ കർത്താവ് നമുക്ക് തരുന്നുണ്ട്. രണ്ട് കരങ്ങൾ നമുക്ക് ഉയർത്താം. രണ്ട് കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കർത്താവേ നീ വേഗം വന്നിടണേ, എൻ തോൽവി തൻ തീരത്തു വന്നിടണേ. ഈശോ പറയുന്നു, മകളെ, ജഡമോഹങ്ങൾക്ക് നിങ്ങളെ തന്നെ കീഴ്പ്പെടുത്തുവാൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. കർത്താവ് നമ്മെ നോക്കി പറയുകയാണ്, മകളെ, ജഡമോഹങ്ങൾക്ക് കീഴ്പ്പെടുവാൻ തക്കവണ്ണം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. വ്യഭിചാരത്തിൻ്റെയും അശുദ്ധിയുടെയും ദുർവൃത്തിയുടെയും സ്വയംഭോഗത്തിൻ്റെയും ഭോഗത്തിൻ്റെയും മേഖലയുടെ കടന്നു വന്ന് ജഡമോഹങ്ങൾക്ക് നമ്മൾ അടിമയായി തീരുമ്പോൾ ദൈവത്തിൻ്റെ കൃപകൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. എത്രയോ മക്കൾ ഈ സമയം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, ശരിയാണ്, എന്നെക്കുറിച്ചാണ് കർത്താവ് നീ പറയുന്നത്, ഞാനിതാ തിരിച്ചു വരികയാണ്. കർത്താവ് നീ എന്നിലേക്ക് വരണം, എൻ്റെ തോൽവിയിലേക്ക് വരണം, എൻ്റെ പരാജയങ്ങൾക്ക് വരണമെന്ന് അനുതാപത്തോടെ പ്രാർത്ഥിച്ചാൽ യേശു അവിടെ കടന്നു വരും. രണ്ട് കരമുയർത്തി വിളിക്കാം നമുക്ക്. യേശുവേ, യേശുവേ, യേശുവേ. സ്വരമുയർത്തി, സ്വരമുയർത്തി. യേശുവേ, 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 യേശുവേ. കർത്താവേ നീ വേഗം വന്നിടണേ, എൻ തോൽവി തൻ തീരത്തു വന്നിടണേ. വചനം പറയുന്നു, കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. നമുക്കെന്തിനാ കണ്ണ് തന്നത്? നമ്മുടെ സഹോദരന്റെ വേദന കാണാനല്ലേ? നമുക്കെന്തിനാ കണ്ണ് തന്നത്? വേദനിച്ചു പോകുന്നവരുടെ വേദന കാണുവാനല്ലേ? ദുഃഖിതരുടെ ദുഃഖം കാണുവാനല്ലേ? പീഡിതരെ ആശ്വസിപ്പിക്കാനല്ലേ? നമ്മൾ എന്തിനു വേണ്ടിയാണ് കണ്ണ് ഉപയോഗിക്കുന്നത്? മോശമായ കാര്യങ്ങൾ വായിക്കാനും ബ്ലൂ ഫിലിം കാണാനും ഇൻ്റർനെറ്റ് ശ്രദ്ധിക്കാനും ഒക്കെയായി നമ്മെ തന്നെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിനെ വിളിക്കാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ, നമ്മുടെ തോൽവിയിലേക്ക് കടന്നു വരാൻ രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി പിതാവേ, സ്തോത്രം, സ്തോത്രം. കർത്താവേ നന്ദി. യേശുവേ, 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 യേശുവേ. ദുർമോഹങ്ങൾ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. മക്കളെ, യുവസഹജമായിരിക്കുന്ന മോഹങ്ങൾ ഓടി അകലുക. അമിതമായിരിക്കുന്ന ഭക്ഷണങ്ങളും അമിതമായ ഉറക്കങ്ങളും ആഡംബര ഭ്രമവും വിട്ടുപേക്ഷിക്കുക. ശരീരത്തിൻ്റെയും ഇന്ദ്രിയങ്ങളുടെ വിശുദ്ധി പാലിക്കുക. പ്രേമബന്ധനത്തിൽ നിന്നും ദുഷിച്ച കൂട്ടുകെട്ടിൽ നിന്നും സർപ്പത്തിൽ നിന്നെന്ന പോലെ ഓടിയകലാനായിട്ട് സന്ദേശം തരികയാണ്. രണ്ട് കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, കർത്താവേ, യുവസഹജമായിരിക്കുന്ന മോഹങ്ങൾ, സമ്പത്തിനായി, പണത്തിന് വേണ്ടി, സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഈ നെട്ടോട്ടത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരണമേ. ഞങ്ങളെ പുതിയ മനുഷ്യരാക്കി മാറ്റണമേ. യേശുവേ, അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. ക്ഷമാശീലനായ കർത്താവേ, സ്നേഹസമ്പന്നനായ ദിവ്യകാരുണ്യനാഥ, നിരവധിയായ പാപങ്ങളുടെ താഴ്വരകളിലൂടെയാണ് ഞങ്ങൾ നടക്കുന്നത്. സക്കേവൂസിനെ പോലെ ഞങ്ങളുടെ സമ്പത്ത് പങ്കുവയ്ക്കാൻ ഞങ്ങളിതാ വരുന്നു. ധൂർത്തപുത്രനെ പോലെ അപ്പനെ, അമ്മയെ, പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ, സ്നേഹിക്കാൻ ഞങ്ങളിതാ വരുന്നു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെപ്പോലെ
ഒരിക്കലും പിന്നോട്ട് തിരിഞ്ഞു നോക്കാതെ യേശുവിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നീങ്ങുവാൻ ഞങ്ങളിതാ വരുന്നു. മോനെ, മോളെ, നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ്, നീ എനിക്ക് ബഹുമാന്യനാണ്, എനിക്ക് പ്രിയങ്കരനാണ്. രണ്ട് കരങ്ങൾ നമുക്ക് ഉയർത്താം. രക്ഷിക്കുവാൻ കഴിയാത്തവണ്ണം നമ്മുടെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. രക്ഷിക്കാൻ കഴിയാത്തവണ്ണം അവിടുത്തെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. കേൾക്കുവാൻ പറ്റാത്തവണ്ണത്തിൽ നമ്മുടെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ. ഞങ്ങളിലേക്ക് കടന്നു വരണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ക്ഷമിക്കാനുള്ള വലിയ കൃപ നൽകണമേ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ദൈവമേ, 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 യേശുവേ, നിമിഷം ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരണമേ കർത്താവേ. ദൈവികാരുണ്യത്തിന്റെ ശക്തി ഞങ്ങൾക്ക് അനുഭവിക്കാനുള്ള വലിയ കൃപ നൽകണമേ കർത്താവേ. ഞങ്ങളുടെ ജഡികമായ മോഹങ്ങൾ വിടുവാനുള്ള വലിയ കൃപ നൽകണമേ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം